എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in/fyugp 2024/index.php എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത് എന്നുള്ളതും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റ് അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ്, അതായത് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ജൂലൈ 27 മുതൽ 29 വരെയാണ്. അതായത് 27 മുതൽ 29 വരെയാണ്. അപ്പോൾ ഇന്ന് 26 അപ്പോൾ നാളെ, അതായത് ശനി, ഞായർ, തിങ്കൾ എന്നിങ്ങനെയുള്ള ദിവസങ്ങളാണ്. അതായത് 27 മുതൽ 29 വരെയാണ് ഈ ഒരു അഡ്മിഷൻ. ഞായറാഴ്ച ഉണ്ടാവില്ല, 27, 29 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ജൂലൈ 27, 29 തീയതികളായിട്ടാണ് അഡ്മിഷൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ തന്നെ ആവശ്യമായിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ സഹിതം വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരായി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് തന്നെ അതത് കോളേജുകളിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. നിലവിൽ അഡ്മിഷൻ ഉള്ളവർ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷനുകൾ ഒഴികെ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപ് എടുത്ത അഡ്മിഷൻ തുടരാൻ സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളൊരു കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ഈ ഒരു മാറ്റം വീണ്ടും വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയുള്ള ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും ഒരു എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ തൃപ്തരല്ലാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്, അതായത് എടുക്കേണ്ടതാണ്. ജൂലൈ 29 മുമ്പ് പുതിയ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അതായത് ഒറിജിനൽ TC അടക്കം കോളേജിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ ഒരു സർക്കുലർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 27 മുതൽ 29 വരെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.